ആലിൻ ഷെറിൻ എബ്രഹാം ജീവിച്ചത് 10 മാസം. മരണത്തിന് പിന്നാലെ അവയവദാതാവായി അവൾ മാറി. കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. ആലിൻ കാർ അപകടത്തിൽപ്പെട്ടത് 2026 ഫെബ്രുവരി 5-ന്. ആലിനെ സ്നേഹിക്കുന്ന മലയാളികൾ കൈകൂപ്പേണ്ടത് അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരാവേദന കടിച്ചമർത്തി തീരുമാനിച്ച ആ അച്ഛനെയും അമ്മയെയുമാണ്. പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ വാലുമണ്ണിൽ അരുൺ എബ്രഹാം, ഷെറിൻ ആൻഡ് ജോൺ. അരുൺ 1-ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ അവയവദാനത്തിന് തീരുമാനിച്ചിരുന്നു. അനുമതി കാർഡ് എപ്പോഴും പേഴ്സിൽ സൂക്ഷിച്ചിരുന്നു. ഏത് സാഹചര്യത്തിൽ മരിച്ചാലും ആ തീരുമാനം നടപ്പാകാൻ. മകളുടെ മരണം ഉറപ്പായപ്പോൾ അരുൺ ഷെറിനോട് ചോദിച്ചു, മോളുടെ അവയവങ്ങൾ ദാനം ചെയ്താലോ? മണ്ണിലേക്ക് പോകുന്നതിന് നല്ലത് മറ്റുള്ളവരിൽ ജീവിക്കുന്നതാണ് എന്നായിരുന്നു ആ അമ്മയുടെ വചന സമാനമായ മറുപടി. കണ്ണെത്താ ദൂരം നീ മായുന്നു ഏതേതോ തീരങ്ങളിൽ. 5 ദിവസം ഉറക്കത്തിലായിരുന്ന ആലിന്റെ മസ്തിഷ്ക മരണം ഉറപ്പിച്ചത് ഒരു ശസ്ത്രക്രിയയിലൂടെയാണ്. കാലങ്ങൾ പിൻവാങ്ങി അതിന്റെ ഫലം വരാൻ 2 ദിവസം എടുത്തു. ആ 48 മണിക്കൂറും ആ അച്ഛനമ്മമാർ കരയുകയായിരുന്നു. പിന്നെയാണ് അവയവദാന തീരുമാനമെടുത്തത്. പിന്നീട് അരുണും ഷെറിനും കരഞ്ഞിട്ടില്ല. അന്തിമ ഉപചാരങ്ങൾ ഏറ്റുവാങ്ങാൻ ആലിനെ കിടത്തിയ പന്തലിൽ കരിങ്കൊടികളല്ല, വെളുത്ത തുണികളാണ് കിട്ടിയിരുന്നത്. പാടിയിരുന്നത് പ്രത്യാശയുടെ ഗീതങ്ങളാണ്. അധികം ഉറങ്ങുന്ന ശീലം അവൾക്കില്ലായിരുന്നു. അവൾക്കൊപ്പം ഞങ്ങളും ഉറക്കമുളച്ചു. ഇപ്പോൾ തോന്നുന്നു, ജീവിച്ചിരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമയം ഞങ്ങൾക്കൊപ്പം ചെലവിടാനാകും അവൾ ഉറങ്ങാതിരുന്നത് എന്ന്. 5 കുഞ്ഞുങ്ങൾക്ക് ജീവിതം നൽകുക എന്നതായിരുന്നിരിക്കണം അവളുടെ ജന്മത്തിന്റെ ലക്ഷ്യം എന്ന് അവർ ആശ്വസിക്കുന്നു. ആലിൻ ഇന്നത് മലയാളികൾക്ക് ഒരു പേരല്ല. സ്ഥാപനങ്ങളും സംഘടനകളും ആ ഓർമ്മയെ ആദരിച്ച് മുന്നോട്ട് വരുന്നു. ആലിൻ എന്നാൽ സുന്ദരം, ശാന്തം, ശ്രേഷ്ഠം, പ്രകാശം നിറയ്ക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. മരണമില്ലാത്ത ആലിൻ മലയാളികളുടെ മനസ്സിലെ നിത്യപ്രകാശമായി ജീവിക്കുന്നു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാന്റെ പ്രത്യേക ആദരവിനായി പത്മഭൂഷൺ ഭരത് മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്നു മലയാളികളുടെ പൊന്നോമനയായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിനെ.